അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 208. അന്ന് ഒരു ഉത്സവം നടക്കുന്ന ദിവസമായിരുന്നു. അഗ്നി സംസാരിച്ചു തുടങ്ങി. ജ്വാല അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടന്നു. അന്നാ ഈ നാട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നേ. ഉത്സവം കൂടാൻ വന്നതല്ലാട്ടോ, ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ടായിരുന്നു. ഇവിടെ ഉത്സവമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ട്രാഫിക്കിൽ പെട്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നുപോയി. അവിടുന്ന് മുന്നോട്ടും പിന്നോട്ടും പോകാൻ കഴിയാത്തൊരവസ്ഥ. ദേഷ്യം കടിച്ചമർത്തി കുറേ നേരം കാറിലിരുന്നു. നേരം അപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. ആളുകളുടെ തിരക്ക് കുറഞ്ഞു വരുന്നത് പോലെ തോന്നിയപ്പോൾ ഒരാശ്വാസം തോന്നി. പതിയെ ട്രാഫിക് മാറി വണ്ടികൾ നീങ്ങിത്തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ കാറ് പതിയെ മുന്നോട്ടെടുത്തു. പെട്ടെന്ന് ഫ്രണ്ട് ഗ്ലാസ്സിൽ ആരോ കൈവച്ചു. അതെ ചേട്ടാ, ഒരു മിനിറ്റ്, ഞങ്ങളൊന്ന് അങ്ങോട്ട് പൊക്കോട്ടെ. ഒരു പെൺകുട്ടിയായിരുന്നു അത്. പതിയെ നീങ്ങുന്ന കാറായതുകൊണ്ട് ഇടയിൽ കൂടെ ആളുകൾക്ക് പോവാൻ പറ്റുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് എൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് അങ്ങനെ വന്നതും എനിക്ക് ദേഷ്യം വന്നേ. അതേ ദേഷ്യത്തോടെ നോക്കിയപ്പോൾ ഒരു പെണ്ണ് ആരുടെ കയ്യിൽ പിടിച്ചു വലിക്കുന്നുണ്ട്. അഗ്നി പറഞ്ഞുകൊണ്ട് ജ്വാലയെ നോക്കി. ആരായിരുന്നു ദേവേട്ട അത്? ആകാംക്ഷയോട് അവൾ ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു. അതാ കാറിൽ കൈവച്ച പെണ്ണിനോട് ദേഷ്യപ്പെടാൻ ഒരുങ്ങിയ ഞാനും അവൾ പറയുന്നത് കേട്ട് അവൾ വലിച്ചു പിടിച്ചിരിക്കുന്ന കയ്യിലേക്ക് നോക്കി. അതാരാണെന്നറിയാൻ. ആ സമയം തന്നെ അവള് ആ കുട്ടിയുടെ പേര് വിളിച്ചു. എന്റെ പൊന്നു ജ്വാലെ, നീ ഒന്ന് വരുന്നുണ്ടോ? ഏട്ടനറിയും മുന്നേ നിന്നെ കൊണ്ട് തിരികെ പോവേണ്ടത് എനിക്ക്. പേടിയോടെ മുന്നോട്ട് നടക്കാത്ത ആ പെണ്ണിനോട് അവൾ പറയുന്നുണ്ട്. അതും പറഞ്ഞ് അഗ്നി ജ്വാലയുടെ കൈകൾ പിടിച്ചെടുത്തു. അവളൊന്ന് ഞെട്ടി. ഞാനോ? ഉം. അഗ്നി പുഞ്ചിരിച്ചു. ജ്വാല അത്ഭുതത്തോടെ അവനെ നോക്കി. പൊന്നുമായിരുന്നു കാറിൽ കൈവച്ച കുറുമ്പി. അഗ്നി ചിരിയോടെ പറഞ്ഞു. എന്നിട്ട്? അവൾ ആവേശത്തോടെ ചോദിച്ചു. എന്നിട്ട് അഗ്നി വീണ്ടും പറയാൻ തുടങ്ങി. ഞാനില്ല പൊന്നു, എനിക്ക് പേടിയാ. കിച്ചേട്ടനറിഞ്ഞാൽ വഴക്ക് കേൾക്കും. ഒരു കിളിനാദം പോലെ ഉണ്ടായിരുന്നു ആ പെണ്ണിന്റെ ശബ്ദം. ആദ്യമായിട്ടൊരു പെണ്ണിന്റെ മുഖം കാണണമെന്ന് അഗ്നി കൊതിച്ചത് അപ്പോഴായിരുന്നു. ആർദ്രമായിപ്പോയി അവന്റെ ശബ്ദം. എന്നിട്ട് കണ്ടോ? അവൾക്കും അതറിയണം. കണ്ടു. പൂച്ചക്കണ്ണുകളുള്ള ഒരു കുഞ്ഞിപ്പെണ്ണ്. ഒരു ധാവണിയായിരുന്നു വേഷം. പക്ഷേ അതെടുക്കാനുള്ള ആളൊന്നും ആയിട്ടില്ല. ഒരു 17 വയസ്സുപോലും ആയി കാണില്ല. പക്ഷേ പക്ഷെ എന്തൊരു ഭംഗിയായിരുന്നെന്നോ അവളെ കാണാൻ. പേടിച്ചിരണ്ട കുഞ്ഞുമുഖത്ത് ഒരു ചിരി കണ്ടെങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ചു പോയി. അവളെ പൊന്നു ഒരുവിധം പിടിച്ചോണ്ട് പോയപ്പോൾ അവൾ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോയല്ലോ എന്നൊരു നിരാശ തോന്നി. കാർ എങ്ങനെയോ സൈഡാക്കി അവൾക്ക് വേണ്ടി അവിടെ നിന്ന് മുന്നോട്ട് നടന്നത് എന്തിനാന്ന് അപ്പം അറിയുമായിരുന്നില്ല. പക്ഷെ നടന്നു. കുറേ തെരഞ്ഞു. പക്ഷെ കണ്ടില്ല. വിഷമത്തോടെ മടങ്ങി വരാൻ തുടങ്ങുമ്പോൾ ഒരുവൻ അവളുടെ കൈ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. അതവളുടെ ഏട്ടനാവെന്ന് കരുതി അവനെ ശ്രദ്ധിക്കാതെ അപ്പോഴും അവളെ നോക്കി നിന്നു. പക്ഷേ അവനെ നോക്കാതെ ആ കുഞ്ഞിപ്പെണ്ണ് തലതാഴ്ത്തി നടക്കുന്നു. പിറകെ വരുന്ന അവളുടെ കൂട്ടുകാരുടെ മുഖവും ആകെ വല്ലാതായിട്ടുണ്ട്. എന്തു പറ്റിയാവോ എന്നൊരു ടെൻഷനോടെ ഞാൻ നിന്നപ്പോഴായിരുന്നു അവൻ എൻ്റെ മുന്നിലൂടെ കടന്നുപോയേ. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടേട്ടോ, നിന്റെ ഈ കറക്കം ഞാൻ നിർത്തുന്നുണ്ട്. എന്നെ മറികടന്നു പോകുമ്പോൾ ആ പെണ്ണിന്റെ കൈ പിടിച്ചവൻ ഗൗരവത്തിൽ പറഞ്ഞത് അതായിരുന്നു. അതുവരെ അവളെ കണ്ട സന്തോഷത്തിൽ നിന്ന് എൻ്റെ മുഖം പെട്ടെന്ന് മാറിപ്പോയി. നെഞ്ചിൽ വല്ലാത്തൊരു നോവ് തോന്നി. മറ്റൊരുവന്റെ പെണ്ണിനെയാണ് നോക്കിയതെന്ന് തോന്നിപ്പോയി. പക്ഷെ എന്നിട്ടും അവൾ പോകുന്നത് നോക്കി അങ്ങനെ നിന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി ജ്വാലയുടെ മുഖത്തേക്ക് നോക്കി. അവനെ നോക്കി കണ്ണു നിറച്ച് കിടക്കുന്നുണ്ട് ജ്വാല. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ കുഞ്ഞിപ്പെണ്ണ് അന്നെൻ്റെ നെഞ്ച് കയറിക്കൂടിയെന്നാ ഞാൻ പറഞ്ഞു വന്നേ. മനസ്സിലായോ? അഗ്നി അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു. ജ്വാല തേങ്ങിക്കൊണ്ട് മൂളി. ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി അവൾക്ക്. ഒപ്പം അന്നവൻ കണ്ടതുപോലെ താനും അവനെ കണ്ടില്ലല്ലോ എന്നൊരു വിഷമവും. അഗ്നിയുടെ കൈകൾ വീണ്ടും അവളിൽ മുറുകിയപ്പോഴാണ് അവൾ വീണ്ടും അവനെ നോക്കിയത്. എന്താ ആലോചിക്കുന്നേ? അഗ്നി ചോദിച്ചു. ജ്വാല അവനെ നോക്കി വേദനയോടെ പുഞ്ചിരിച്ചു. ഇങ്ങനെ ഉത്സവത്തിന് പുറത്തൊക്കെ പോവാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ആരും വിടില്ല. അന്നും അതുപോലെ എല്ലാവരും പോയി, എന്നെ കൊണ്ടുപോയില്ല. പൊന്നൂനെ ഞാൻ നിർബന്ധിച്ച് അവരുടെ കൂടെ വിട്ടു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ അമ്മായി കാണാതെ തിരികെ പോന്നു. ജ്വാല കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞാ. കരയരുതെന്ന പോലെ ശാസനയോടെ അഗ്നി വിളിച്ചു. ജ്വാല കണ്ണു തുടച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു. പെട്ടെന്ന് അത് ഓർത്തപ്പോൾ സങ്കടം വന്നു. അതാ, ഇനി കരയില്ല. ജ്വാല പുഞ്ചിരിയോടെ പറഞ്ഞു. അഗ്നി ഗൗരവത്തോടെ മൂളി. എന്നിട്ടുണ്ടല്ലോ ദേവേട്ടാ, അവളെന്നെ വിളിക്കാൻ വന്നതാ. ആരും വീട്ടിലില്ലാത്തോണ്ട് ആരും അറിയില്ലല്ലോ. അവരുടെ കണ്ണിപ്പെടാതെ നമുക്ക് ഉത്സവം കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. നിൽക്കുന്നിട്ടും പേടിയായിരുന്നു. പക്ഷെ അവളുടെ നിർബന്ധം സഹിക്ക വയ്യാതെ അവൾക്കൊപ്പം പോയി. ഒപ്പം നിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അവളൊന്ന് ചിരിച്ചു. എന്നിട്ട്? ആകാംക്ഷയോടെ അഗ്നി ചോദിച്ചു. എന്നിട്ടെന്താ? അവളുടെ ഒപ്പം പോയി പാതി വഴിയെത്തിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു. തറവാട്ടിലുള്ള ആരെങ്കിലും കണ്ടാലോ? അതുകൊണ്ട് തന്നെ ഞാൻ തിരികെ പോവാന്ന് പറഞ്ഞു. എന്നിട്ടും അവളെന്നെ വലിച്ചോണ്ട് പോയി. എനിക്ക് തോന്നണു അപ്പോഴാവും ഞങ്ങൾ ദേവേട്ടൻ്റെ കാറിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടേന്ന്. അവൾ ആലോചനയോടെ പറഞ്ഞു. ആയിരിക്കും. അവനും തോന്നി. എന്നിട്ട് ഒരുവിധം ഞങ്ങൾ ഉത്സവപ്പറമ്പിലെത്തി. പക്ഷെ കിച്ചേട്ടൻ എന്നെ കണ്ടു. അവിടെ തന്നെ എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു. ഞാൻ കുറേ കരഞ്ഞു.
വീട്ടിൽ ചെന്നിട്ട് വഴക്കു പറഞ്ഞു. അവളുടെ ശബ്ദമിടറി. സാരല്ല പോട്ടെ, അത് കഴിഞ്ഞില്ലേ. അവള് പറയുന്നതെല്ലാം കേട്ട് കിച്ചുവിനോട് ദേഷ്യവും ആ പെണ്ണിനോട് അലിവും തോന്നിപ്പോയി അഗ്നിക്ക്. ജ്വാലയൊന്ന് നിശ്വസിച്ചു. പിന്നെ കുറേ ദിവസത്തിന് എന്നെ ക്ഷേത്രത്തിൽ പോലും വിടില്ലായിരുന്നു. അവള് പറഞ്ഞു നിർത്തിയതും അഗ്നിയൊന്ന് മൂളി. അല്ല, എന്നിട്ട് ദേവേട്ടൻ പറഞ്ഞു വന്നത് ബാക്കി പറഞ്ഞില്ലല്ലോ. ദേവേട്ടൻ അന്ന് കണ്ട ശേഷം പിന്നെ എന്താ ഉണ്ടായേ? അവള് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു. അവൻ അവളുടെ കവിളിൽ കൈവച്ചു. എന്നിട്ട് എന്താടാ, ഞാൻ നേരത്തെ കാണണമെന്ന് പറഞ്ഞിട്ട് പോയ ആളെ കണ്ട് തിരികെ നമ്മുടെ വീട്ടിലേക്ക് പോയി. പക്ഷേ ഉറക്കം വരുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ ഈ പെണ്ണ് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കും. പിന്നെ എന്തൊക്കെയോ വേണ്ടാത്ത സ്വപ്നമൊക്കെ ഇടയ്ക്കിങ്ങനെ കാണുമായിരുന്നു. അതെന്തുകൊണ്ടാന്ന് മാത്രം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അഗ്നിയുടെ മുഖത്ത് പെട്ടെന്ന് ഒരു കള്ളച്ചിരി വിരിഞ്ഞു. സ്വപ്നോ? എന്ത് സ്വപ്നം? അവൾ ചോദിച്ചു. പറയണോ? പറഞ്ഞാ എന്നോട് ദേഷ്യാവോ? അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്ന് അവളുടെ തല പില്ലോയിലേക്ക് വെച്ചു കൊടുത്തു. എനിക്കെന്തിനാ ദേഷ്യം? ദേവേട്ടൻ പറഞ്ഞോ എന്ത് സ്വപ്ന കണ്ടേ? അവൾക്ക് അത് അറിഞ്ഞേ മതിയാവൂ. അഗ്നിയുടെ കൈകൾ ആ നിമിഷം അവളുടെ കഴുത്തിലൂടെ താഴേക്കൊന്ന് സഞ്ചരിച്ചു. ദേവേട്ടാ. ചിടുങ്ങിക്കൊണ്ടവൾ ആ കയ്യിൽ പിടിച്ചു. ആ, ഞാൻ പറയട്ടെ എൻ്റെ പെണ്ണെ, ഇതൊക്കെയാ ഞാൻ സ്വപ്നം കണ്ടേ. അവളുടെ കഴുത്തിലൂടെ, മാറിടത്തിലൂടെ, വയറിലൂടെ അങ്ങനെ അങ്ങനെ കൈയോടുമ്പോൾ അഗ്നി കണ്ണിറുക്കി പറഞ്ഞു. ജ്വാല അവനെ മിഴിച്ചു നോക്കി. ഏ? അവള് ചോദിച്ചു. സത്യം, ഇന്ന് നടന്നില്ലേ? അതൊക്കെ മുന്നേ തന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നിന്നെങ്ങനെ മുന്നേ കണ്ടിട്ടുണ്ട് എന്ന്. പക്ഷെ സ്വപ്നത്തിൽ കണ്ട അതേപോലെയൊന്നല്ല നീ. കുറച്ച് വളർച്ച അവിടെ ഇവിടെയൊക്കെ കൂടുതലുണ്ട്. അവൻ കുറുമ്പോടെ ഒന്ന് ചിരിച്ചു. ജ്വാല അവനെ വാപൊളിച്ചു നോക്കി. അയ്യേ! പെട്ടെന്ന് സ്വയം അവൾ കണ്ണുപൊത്തി. അത് കണ്ട് അഗ്നി പൊട്ടിച്ചിരിച്ചുപോയി. മുഖത്തുനിന്ന് കൈയെടുക്കടി, ഞാൻ ബാക്കി കൂടി പറയട്ടെ. അഗ്നി അവളുടെ മുഖത്തുനിന്ന് കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു. ഇല്ല, വേണ്ടപ്പോ, ഇനി ഇത് പറയണ്ട, വൃത്തികെട്ടത്, ഇങ്ങനെയൊക്കെ കാണുക. ജ്വാല ചിടുങ്ങി. അതിന് ഞാൻ വേണമെന്ന് വെച്ച് കാണുന്നതല്ലല്ലോ. നിന്നോട് ആര് പറഞ്ഞു ഉറങ്ങിക്കിടക്കുന്ന എന്റെ മുന്നിലേക്ക് തുണിയില്ലാതെ വരാൻ, ഇതുപോലെ സിന്ദൂരൊക്കെ തൊട്ടോണ്ട്? അഗ്നിക്ക് അവളുടെ ചമ്മല് കാണുന്തോറും ചിരി പൊട്ടി പോകുന്നുണ്ട്. ഞാനോ? ദേവേട്ടൻ ചീത്ത വിചാരിച്ചു കിടക്കണോണ്ടാ. ജ്വാല ചിടുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലടിച്ചു. അഗ്നി ആ കൈ പിടിച്ചു വെച്ച് നഗ്നമായ അവളുടെ ഉടലിനെ തന്നിലേക്ക് വല്ലാതെ ചേർത്ത് പിടിച്ചു. ദേവേട്ട. അതിൽ ജ്വാലയൊന്ന് പതറി. ഞാൻ ഒരു ചീത്തയും കരുതി കിടക്കാറില്ല, നല്ലത് ചിന്തിക്കൂ. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ നീ അങ്ങനെ വന്നെന്നെ പ്രലോഭിപ്പിക്കും. അഗ്നി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. ജ്വാല കുറുകിക്കൊണ്ട് അവനെ ചേർത്തു പിടിച്ചു. സോറിടി പെണ്ണെ, ഞാൻ വേണമെന്ന് വെച്ചല്ലടി. രഹസ്യം പോലെ പറഞ്ഞവന്റെ പല്ലുകളും ചുണ്ടും ഒരുപോലെ അവളുടെ കഴുത്തും കടന്ന് താഴേക്ക് ചേർന്നു. ദേവേട്ട. ഒരു പിടപ്പോട് അവന്റെ മുഖം പിടിച്ചുയർത്തിയവൾ. ഇതെല്ലാം മാറ്റുണ്ട്. അവൻ കണ്ണിറുക്കി. ജ്വാലയാകെ ചുവന്നുപോയി. എങ്കിലും പിണക്കത്തോട് അവനെ നോക്കി തന്നീന്ന് തള്ളി മാറ്റി. അപ്പോഴും ചെക്കൻ്റെ മുഖത്ത് കള്ളത്തരം തന്നെ. ജ്വാലയുടെ കവിൾ വീർത്തുപോയി. ഇങ്ങനെ വീർപ്പിക്കാതെ എൻ്റെ കുഞ്ഞാ, ഞാൻ വേണമെന്ന് വെച്ച് കണ്ടതല്ലല്ലോ. ചിലപ്പോ നീയാണ് എനിക്കുള്ളതെന്ന് ഈശ്വരൻ കാണിച്ചു തന്നതാവും. അവളുടെ മുഖം കണ്ട് അഗ്നി പറഞ്ഞു. പിന്നെ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ കാണിച്ചു തരാ. ജ്വാലയുടെ ചുണ്ടു കൂർത്തു. അത് കണ്ടപ്പോൾ അഗ്നിക്ക് വീണ്ടും ചിരി വന്നു. ആ, അത് പോട്ടെ, ദേവേട്ടൻ ബാക്കി പറ. ഇനി ഇത് പറഞ്ഞ ശരിയാവൂല. അല്പനേരം കഴിഞ്ഞതും അവൾ തിടുക്കത്തോടെ പറഞ്ഞു. അഗ്നി ഒന്ന് മൂളി. വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ നീ എൻ്റെ ഉറക്കം കളഞ്ഞു തുടങ്ങി. നിന്റെ കല്യാണം തീരുമാനിച്ചതാണെന്നറിഞ്ഞിട്ടും നിന്നെ കാണാൻ മനസ്സ് വാശി പിടിച്ചു. ഒടുവിൽ വീണ്ടും നിന്റെ നാട്ടിലേക്ക് തിരിച്ചു. പക്ഷെ കണ്ടില്ല. എവിടെ പോയി അന്വേഷിക്കുന്നു അറിയില്ലായിരുന്നു. ഡെയിലി നിന്നെ കണ്ട ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഒരിക്കൽ വീണ്ടും കണ്ടു. അന്നും പൊന്നുണ്ടായിരുന്നു കൂടെ. രണ്ടാളും കൂടെ തൊഴാൻ വന്നതാ. അന്ന് നിന്നെ കണ്ടപ്പോ എന്താ പറയാ, അത്രയും ആഗ്രഹിച്ചൊരു സാധനം നമ്മുടെ കൺമുന്നിൽ കണ്ട എന്താവോ അവസ്ഥ. അതായിരുന്നു എൻ്റെയും. നിന്റെ അടുത്തേക്ക് ഞാൻ വന്നിരുന്നു. സംസാരിച്ചില്ലെങ്കിലും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നവളെ നോക്കി നിൽക്കും. പൊന്നു നീയും നല്ല കൂട്ടാണെന്ന് പെട്ടെന്ന് മനസ്സിലായി. നിന്നോട് വന്ന് സംസാരിച്ചാലോ എന്ന് കരുതിയെങ്കിലും പിന്നെ എൻ്റെ പ്രായം, നിന്റെ പ്രായം, അതിനേക്കാൾ നിന്റെ വിവാഹം ഉറപ്പിച്ചത്, അതെല്ലാം നിന്നോട് സംസാരിക്കുന്നതെന്ന് എന്നെ വിലക്കി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയപ്പോഴാ ഇടുത്തി പോലെ പൊന്നൂന്റെ വായിന്ന് നീയും ചരണും തമ്മിലുള്ള വിവാഹം അടുക്കാറായിന്ന് നിങ്ങൾ സംസാരിക്കുന്ന കേട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയിരുന്നു അത്. നിന്നെ അത്രയും പ്രണയിച്ചു തുടങ്ങിയിരുന്നു. അഗ്നിയുടെ ശബ്ദമിടറി. ജ്വാലയുടെ കണ്ണും നിറഞ്ഞിരുന്നു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അഗ്നി വീണ്ടും പറഞ്ഞു തുടങ്ങി. പിന്നെ ആ നാട്ടിൽ നിൽക്കാൻ തോന്നിയില്ല. നിന്നെ മറക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും അതിനായി ശ്രമിച്ചു പരാജയപ്പെട്ടു. അതുകൊണ്ടാ അമേരിക്കയിലേക്ക് പോവാന്ന് തീരുമാനിച്ച്. മാറി നിന്നാ എന്നിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ എന്ന് കരുതി. പക്ഷെ അപ്പോഴേക്ക് അപ്പൂന് എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയായിരുന്നു. മറച്ചു വെച്ചില്ല. അവനോട് പറഞ്ഞു. നിന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അവനും അറിയായിരുന്നില്ല. എനിക്ക് പോവാനുള്ള ദിവസം ആയി തുടങ്ങി. അവസാനമായിട്ട് നിന്നെ ഒരിക്കൽ കൂടി കാണണമെന്ന് തോന്നി. സ്ഥിരം സ്ഥലത്ത് കാത്തു നിന്നു. പക്ഷെ ചരണ്ട കയ്യിൽ പിടിച്ച് നടന്നു വരുന്ന നിന്നെ കണ്ട്. അത് കണ്ടതും സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നിന്നെ അവനെ ഒന്ന് നോക്കി. രണ്ടുപേരും ചെറുപ്പം.
അതെ, നിങ്ങളെ ചേരൂന്ന് മനസ്സിൽ പറഞ്ഞു. അവസാനമായിട്ട് നിന്നെ കണ്ട് തിരികെ പോയി. പക്ഷേ ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം അഗ്നിയുടെ മുഖം പെട്ടെന്ന് വലിഞ്ഞു മുറുകി. അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ജ്വാലയും അവനൊപ്പം എഴുന്നേറ്റിരുന്ന് അവനെ സംശയത്തോടെ നോക്കി. എന്താ ദേവേട്ടാ? അവൾ ചോദിച്ചു. അന്ന് അന്ന് ഞാൻ ചരണിനെ കണ്ടു, അഗ്നി കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. എവിടെ വെച്ച്? അവളും ചോദിച്ചു. ടൗണിൽ വെച്ച്. അപ്പൂനൊപ്പം ഡ്രസ്സ് എടുക്കാൻ പോയതായിരുന്നു ഞാൻ. അന്ന് അവനും അവൻ്റെ കൂടെ ഏതോ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. രണ്ടുപേരും നേരെ ഒരു ഹോട്ടലിലേക്കാ കയറിപ്പോയെ. അഗ്നി പല്ല് കടിച്ചു. ജ്വാല ഞെട്ടി. കിച്ചേട്ടനോ? അവള് ചോദിച്ചതും അഗ്നി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ജ്വാല അബദ്ധം പറ്റിയതുപോലെ സ്വയം നാക്ക് കടിച്ചുപോയി. സോറി, കിച്ചേട്ടനല്ല, കിച്ചു. കിച്ചുവോ? അവള് വേഗം തിരുത്തിക്കൊണ്ട് പറഞ്ഞതും അഗ്നിയൊന്ന് മൂടി. ആരായിരുന്നു കൂടെ? അവളുടെ അടുത്ത ചോദ്യം. അറിയില്ല, അവളെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഞാനും അപ്പവും കൂടി നേരെ ആ ഹോട്ടലിലേക്ക് പോയി അന്വേഷിച്ചു. അവനും അവളും അവിടുത്തെ സ്ഥിരം സന്ദർശകരാണെന്ന് അറിഞ്ഞ്. അഗ്നി പറഞ്ഞുകൊണ്ട് ജ്വാലയെ നോക്കിയതും എന്തോ മനസ്സിലായതുപോലെ ജ്വാല ഞെട്ടി. എന്തിനാ അവരവിടെ പോയെന്ന് മനസ്സിലായോ? അഗ്നി ചോദിച്ചതും അവൾ മനസ്സിലായെന്ന് മൂളി. അന്നെനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യ തോന്നിയേ. പക്ഷെ അയാൾ കള്ളം പറഞ്ഞതും ആയിക്കൂടെ. ചിലപ്പോ അവർ ഫ്രണ്ട്സ് ആണെങ്കിലോ എന്ന് ചിന്തിച്ചു. എങ്കിലും നിന്റെ മുഖം ഓർത്തപ്പോ ഉള്ളിലൊരു വേദന തോന്നി. ചരൺ നിന്നെ ചതിക്കാണോന്ന് ഓർത്തതും ആകെ വല്ലാതായി. എനിക്കാണെങ്കിൽ അടുത്ത ദിവസം തന്നെ അമേരിക്കയിലേക്ക് പോകണമായിരുന്നു. നിന്നെ തനിച്ചാക്കി പോവാൻ തോന്നിയില്ല. സത്യാവസ്ഥ കണ്ടുപിടിക്കണം. അപ്പൂനോട് നിന്റെ മേൽ എപ്പോഴും ഒരു കണ്ണ് വേണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാ ഞാൻ പോയേ. അഗ്നി നിശ്വസിച്ചു. അതുകൊണ്ടാണോ എപ്പോഴും അരവേട്ടനെ നോക്കി നിന്നായിരുന്നേ? ജ്വാലയിൽ അത്ഭുതം. അഗ്നി പുഞ്ചിരിച്ചു. അതെ, പക്ഷെ ഒരിക്കൽ അവൻ എന്നോട് പറഞ്ഞു, ഏട്ടാ, ആ ജ്വാലക്കുട്ടിക്ക് മനസ്സിലായിട്ടോ ഞാൻ അവളെ നോക്കിയാ നിൽക്കുന്നതെന്ന്. ഇനി പെണ്ണെനിക്ക് അവളോട് ഇഷ്ടമാണെന്നെങ്ങാനും കരുതി കാണുമോന്ന്. അതും പറഞ്ഞ് അഗ്നി ഒന്ന് ചിരിച്ചു. ജ്വാല അവനെ കവിളി വീർപ്പിച്ചു നോക്കി. ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. എനിക്ക് പേടിയായിരുന്നു അരവേട്ടനെ. അവൾ ഉള്ളത് പറഞ്ഞു. അതെനിക്കറിയാലോ. ഈ പൂച്ചക്കുട്ടിക്ക് എല്ലാവരോടും പേടിയല്ലേ? ആർദ്രമായിരുന്നു അഗ്നിയുടെ ശബ്ദം. ആ ശബ്ദത്തിൽ ലയിച്ചിരുന്നു പോയി ജ്വാല. അഗ്നി അവൾ അങ്ങനെ തന്നെ ചുറ്റിപ്പിടിച്ച് അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു. ജ്വാല ചിരിയോടെ അവനോട് ചേർന്നിരുന്നു. തുടരും. ഓടരുത്, നിൽക്കവിടെ. ഞാനേ നമ്മുടെ റിസൾട്ടൂടെ പറയാം, അത് കേട്ടിട്ട് പോയാൽ മതി. ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മൾ 2-3 പേർക്കാണ് നമ്മുടെ ഒരു സ്നേഹ സമ്മാനം അതെന്നെ പറയാൻ ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കിട്ടുന്നവർക്ക് സന്തോഷം, കിട്ടാത്തവർ ഒരിക്കലും സങ്കടപ്പെടരുത്. ഇത് ഞാനായിട്ട് സെലക്ട് ചെയ്യുന്നതല്ല. ഞാൻ ഇന്നലെ തന്നെ പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ആക്കുന്നതാണ്. ഞാൻ നറുക്കിട്ടെടുക്കുന്നതോ കാര്യങ്ങളോ ഒന്നുമല്ല, ആപ്പ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്ന് സെലക്ട് ആയിട്ടുള്ള 3 പേരാണ്. ആ 3 പേരുടെ പേരുകൾ ഞാനിവിടെ പറയാം. അവർ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വരിക, വന്നിട്ട് അവരുടെ ഡീറ്റെയിൽസ് തരിക. പിന്നെ അവരാണെന്ന് എനിക്ക് ഉറപ്പാവണം. അതുകൊണ്ട് ഒരു വോയിസ് അയയ്ക്കുക. എന്നാൽ നമ്മുടെ വിന്നേഴ്സ് ആരൊക്കെ നോക്കിയാലോ? ഒന്നാമത്തെ ആൾ ലതിക കുമാരി 1951 എന്ന അക്കൗണ്ടിൽ നിന്നാണ്. ചേച്ചി കൺഗ്രാസ് പറയാണ്. അടുത്തയാൾ കൃഷ്ണ രജീഷ് 661, ആൾക്കും കൺഗ്രാസ് പറയാണ്. മൂന്നാമത്തെ ആൾ സാനിയ വിജയ്, സാനിയയ്ക്കും അഭിനന്ദനങ്ങൾ പറയാണ്. ഈ 3 ആളുടെ ഡീറ്റെയിൽസ് കിട്ടിയാലേ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ. അത് ഇൻസ്റ്റഗ്രാമിൽ അയക്കുകയാണ് നല്ലത്. നിങ്ങൾക്കൊക്കെ ഇൻസ്റ്റഗ്രാം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ ആരുടെയെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എൻ്റെ ഇൻസ്റ്റയിലോട്ട് മെസ്സേജ് അയയ്ക്കുക. എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ എഴുതിയൊരു കഥ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ നിങ്ങൾ ഇത്രയും ഓർത്ത് വെക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ 3 പേര് വിന്നറായി, അതിൽ സന്തോഷം പറയുന്നതിനൊപ്പം ആരും കിട്ടാത്തവർ വിഷമിക്കരുത്. നമുക്ക് ദൈവം സഹായിച്ചാൽ ഇനിയും ഇതേപോലെ വെക്കാം. അപ്പോൾ എനിക്ക് കൂടുതൽ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പേർക്ക് ചെയ്യാം. ഇത് എൻ്റെ ഒരു സന്തോഷമാണ്, അല്ലാതെ ഇതിൽ നിങ്ങൾ വേറൊന്നും കരുതരുത്. എൻ്റെ ഒരു സന്തോഷം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, കൂടെ തന്നെ ഉണ്ടാവണം. കൂടെ ഉണ്ടാവും, എനിക്കറിയാം. ഞാനീ പറഞ്ഞ 3 ആളും കേരളത്തിനകത്തുള്ളവരാണെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കേരളത്തിനകത്തുള്ളവർക്കാണ് എന്നുള്ള രീതിക്ക്. അതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് അയച്ചു തരാൻ നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കയ്യിൽ വേഗം കിട്ടുള്ളൂ.